ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നോമ്പ് കാലത്തും അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. ചിക്കനോ ബീഫോ ഒന്നും വേണ്ട, ഇതിന് വെറും ഉരുളക്കിഴങ്ങ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നോമ്പ് കാലമൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യം 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ഇത് നന്നായി വേവിച്ചുടച്ചെടുക്കാം. മസാല പൗഡർ ചേർക്കാം. ആദ്യമായിട്ട് കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ജീരക പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, ഒറിഗാനോ 1/2 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർക്കണം. ചാറ്റ് മസാല ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ ചോപ്പ്ഡ് ഓണിയൻ നന്നായി ചെറുതായി കട്ട് ചെയ്തിട്ട്. പിന്നെ സ്ലൈഡ് ചീസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഏത് ചീസും ചേർക്കാം, മൊസറല്ല ചീസും ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ല ഉടച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ച് വെക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം ബ്രെഡാണ്. ഓരോ ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡ് പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ബ്രെഡ് നന്നായി പരത്തിയെടുക്കണം. നല്ല തിന്നാകുന്നത് വരെ പരത്തിയെടുക്കണം. ഇതുപോലെ ഉണ്ടായിരിക്കണം. ഇനി ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നേരത്തെ ആക്കി വെച്ച മുട്ട ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിൽ നിന്ന് കോൺ ഷേപ്പ് മാതിരി എടുത്ത് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ പൊട്ടോട്ടോ ഫില്ലിംഗ് ആക്കി വെച്ചത് നിറച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്ന ആ ഭാഗത്ത് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ബാക്കി വന്ന ബ്രെഡിൻ്റെ പോർഷനിലേക്ക് മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ ബ്രെഡ് പൊട്ടിപ്പോവാതെ നോക്കണം. അഥവാ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മുട്ട വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഞാനിതിവിടെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതൊക്കെ പ്രശ്നമില്ല. അതൊക്കെ അതിലേക്ക് മൈദ മിക്സും കൂടി റെഡിയാക്കാനുണ്ട്. അതിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. ഇനി ഇത് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളെടുത്ത് അതിൽ 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, 1/3 കപ്പ് മൈദ, ഇതും കൂടി വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ദോശ മാവിൻ്റെ പരുവാകുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി കട്ടി ഉണ്ടാവാൻ പാടില്ല, ലൂസും ആവാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഓരോന്നെടുത്ത് ഈ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനാവശ്യമായ ഓയിൽ പാനിലേക്ക് ഒഴിച്ച് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. തീർച്ചയായും ഉണ്ടാക്കി നോക്കണം.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.